أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. സൂറത്തുൽ ബഖറ 21-22 ആയത്തുകൾ. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇബ്നു കസീറിൻ്റെ തഫ്സീറാണ് നോക്കുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. അല്ലദീ, എങ്ങനത്തെ റബ്ബാണ്? ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും. അപ്പം നിങ്ങളെയും നിങ്ങൾക്ക് മുൻപുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം, എങ്കിൽ നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. അല്ലദി, അതായത് ഒരല്ലാഹുവിനെ, ജഅലലക്കുമുൽ അർള, അവൻ ഭൂമിയെ നിങ്ങൾക്കാക്കി തന്നു, ഫിറാശൻ, വിരിപ്പാക്കി, വിരിപ്പ് പോലെ ആക്കി. വസ്സമാ ബിനാഅൻ, ആകാശത്തെ അത് ബിനാഅൻ, മേൽക്കൂരയാക്കി തന്നു. വൻസല മിനസ് സമാഇ മാഅൻ, അവൻ ആകാശത്ത് നിന്ന് വെള്ളമിറക്കി തന്നു. അങ്ങനെ ഫാഖ്റജ ബിഹി, അതുകൊണ്ട് അവൻ പുറപ്പെടുവിച്ചു, മിനൽ സമറാത്തി, ഫലങ്ങൾ, റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ഭക്ഷണമായിട്ട്, നിങ്ങൾക്കുള്ള റിസ്ക്കായിട്ട് ആ വെള്ളം കൊണ്ട് ഫലങ്ങളെ പുറപ്പെടുവിച്ച അങ്ങനത്തെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. ഫലാ തജ്അലൂ ലില്ലാഹി അന്താദ, നിങ്ങൾ അള്ളാഹുവിന് അന്താദിനെ ആക്കരുത്, തുല്യരെ ഉണ്ടാക്കരുത്. അള്ളാഹുവിനോട് പങ്കാളിയെ നിങ്ങളാക്കരുത്. വാൻതും തഅലമൂന, നിങ്ങൾക്ക് അറിയുന്നവരായ സ്ഥിതിയിൽ. അപ്പോൾ നമുക്കതിൻ്റെ എന്താണ് തഫ്സീർ ജലാലൈനി നോക്കിയ പെട്ടെന്ന് അല്ലേ, യാ യുഹന്നാസായ അഹ്ലു മക്ക, മക്കാർ ഉഅ്ബുദൂ എന്ന് വെച്ചാൽ വഹിദൂന്ന്, നിങ്ങൾ ഏകനാക്കുക നിങ്ങൾ റബ്ബൻ. അല്ലദീ ഖലഖക്കും, നിങ്ങളെ ഉണ്ടാക്കിയവൻ. നിങ്ങളൊന്നും ആയിരുന്നില്ല, നിങ്ങൾ ഉണ്ടാക്കിയ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. വഖലഖല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ ഉണ്ടാക്കി. ലഅല്ലക്കും തത്തഖൂന ബിഇബാദതിഹി ഇഖാബഹു ല, എന്നാൽ നിങ്ങളായേക്കാം അള്ളാഹിനെ ആരാധിക്കൽ കൊണ്ട് അവൻ്റെ ശിക്ഷയെ സൂക്ഷിക്കുന്നവരായേക്കാം. അപ്പോൾ ഈ ലഅല്ല അസ്ലിൽ തർജീക്കാണ്, ഫി കലാമിയത്ത് തഹ്കീക്കിനിക്കാണ്. തീർച്ചയായും നിങ്ങൾ, അപ്പോൾ തഹ്കീക്കിനിക്കാണ് ലഅല്ല. ആയേക്കാമെന്ന് വെച്ചൊരു പ്രതീക്ഷക്കാണ് കൊണ്ടുവരാറ്. പക്ഷേ എങ്കിൽ ഇവിടെ അള്ളാഹിൻ്റെ കലാമിലൊക്കെ അത് തഹ്കീക്ക്, ഉറപ്പിനാണ്. നിങ്ങൾ അള്ളാഹിനെ ഇബാദത്ത് ചെയ്താൽ നിങ്ങൾ അള്ളാഹിൻ്റെ ശിക്ഷ സൂക്ഷിക്കുന്നതാണ്. അത് പിന്നെ അല്ലദീ ജഅല വെച്ചാൽ ഇവിടെ ഖലഖയുടെ അർത്ഥം ജഅല ലക്കുമുൽ അർള, നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു, ഫിറാശൻ, ഭൂമിയെ നിങ്ങൾക്ക് ഫിറാശായിട്ട്, അതായത് വിരിപ്പായിട്ട്. ലാ ഗായത ഫി സ്വലാബത്തി അവി നുവത്തി ഫലാമിക്കു ഇസ്തിഖ്റാറു അലൈഹ, വല്ലാണ്ട് ഉറച്ചതോ വല്ലാണ്ട് മയമായതോ അല്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ സൗകര്യമാകില്ലല്ലോ. അങ്ങനത്തെ അല്ലാത്ത രീതിയിൽ നിങ്ങൾക്കത് വിരിപ്പാക്കി തന്നു. വസ്സമാ ബിനാൻ, ഭൂമിയെ സഖഫൻ, ബിനാച്ച് എന്താ മേൽക്കൂരയാക്കി. വാൻസലമിനസമായി മാം ഫഖ്റജ ബിഹി മിൻ അൻവായി സമറാത്ത് റിസ്ഖൻ ലക്കും, ആകാശത്ത് നിന്ന് അവൻ വെള്ളമിറക്കി, ആ വെള്ളം കൊണ്ട് അവൻ പുറപ്പെടുവിച്ചു നിങ്ങൾക്കുള്ള സമറാത്തുകളിൽ നിന്ന്, അല്ലേ, ഫലങ്ങളിൽ നിന്ന് നിങ്ങൾക്കുള്ള ഭക്ഷണത്തെ പുറപ്പെടുവിച്ചു. ഫലാ തജ്അലൂ ലില്ലാഹി അന്താദ, നിങ്ങൾ അള്ളാഹുവിന് ആരാധനയെ പങ്കുകാരെ ആക്കരുത്. അപ്പോൾ ഈ അന്താദിന് ശുറക്കാവെന്ന് അർത്ഥം പറഞ്ഞു. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്ന സ്ഥിതിയിൽ, അന്നഹുൽ ഖാലിഖു, അവനാണ് ഖാലിഖെന്ന്. വലാ തഖ്ലുഖൂന, നിങ്ങളൊന്നും സൃഷ്ടിക്കുന്നില്ല. വലാ തകൂന ഇലാഹൻ ഇല്ലാമൻ യഖ്ലുഖു, വലാ യകൂന ഇലാഹൻ, ഇലാഹാകൂല ഇല്ലാമൻ യഖ്ലുഖു, സൃഷ്ടിച്ചവനല്ലാതെ ഇലാഹാകാനുള്ള യോഗ്യതയില്ല. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇബ്നു കസീറിൻ്റെ തഫ്സീറാണ്.
ഷറഅ തബാറക താല അള്ളാഹു താല തുടങ്ങി ആരംഭിച്ചു ഫി ബയാനി വഹദാനിയത്തി ഉലൂഹിയത്തി അള്ളാഹുവിൻ്റെ ആരാധനയിൽ അവൻ ഏകനാണ്, അവൻ്റെ ആരാധനയുടെ വിഷയത്തിൽ ആരാധനക്ക് അർഹനാണെന്ന വിഷയത്തിൽ അവൻ ഏകനാണെന്നതിനെ വിശദീകരിക്കാൻ തുടങ്ങി. ബി അന്നഹു താല ഹുവൽ മുനിമു, കാരണം എന്താ, അള്ളാഹു താല മുനിം അനുഗ്രഹം ചെയ്തവനാണ്, അല അബീദിഹി അവൻ്റെ അടിമകളുടെ മേൽ അനുഗ്രഹം ചെയ്യുന്നവൻ അവനാണ്. ബി ഇഖ്റാജിഹിം മിനൽ അദമി, അങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് ഇലൽ വുജൂദി ഉണ്മയിലേക്ക് അവരെ പുറപ്പെടുവിച്ചുകൊണ്ട്, വൈസ്ബാഗി അലൈഹിമുൽ നിഅമല്ലാഹിറത്ത വൽ ബാത്തിന ലാഹിറത്തും പ്രത്യക്ഷവും അതുപോലെ തന്നെ ബാത്തിനുമായ പരോക്ഷവുമായ അനുഗ്രഹങ്ങളെ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കൽ കൊണ്ടും അവർക്ക് അവൻ അനുഗ്രഹം ചെയ്തല്ലോ. അങ്ങനെ ബിയാൻ ജാലലഹുമുൽ അർള ഫിറാസൻ, ഭൂമി അവൻ അവർക്ക് മഹദൻ തൊട്ടിലാക്കി വിരിപ്പാക്കി കൊടുത്തു. ഇതുപോലെ ഫിറാഷിൽ മുഖറത്തി, ഫിറാഷ് പോലെ, മുഖറത്തായ ഫിറാഷ് പോലെ സ്ഥിരമായ ഫിറാഷ്, മുഅത്താത്താൻ മുസബത്തൻ ബിർ റവാസി ഷാമിഖാത്തി ഉറച്ചതായ മലകളെ കൊണ്ട് സ്ഥിരപ്പെടുത്തപ്പെട്ട അടക്കമുള്ള ഫിറാഷ് പോലെ ഭൂമിയെ എന്താക്കി, തൊട്ടിലാക്കി അവൻ. വസ്സമാ ബിന, ആകാശത്തെ അള്ള എന്താക്കി, ബിനാൻ കെട്ടിടം എന്ന് വെച്ചാൽ ബിനാവിന് ബഹുവ സഖഫു മേൽക്കൂര എന്ന. കമാ കാലഫിൽ ആയത്തിൽ ഉഖ്റ, മറ്റൊരു ആയത്തിൽ പറഞ്ഞു, വയജഅൽന സമാ സഖഫൻ മഹ്ഫൂള വഹും അൻ ആയാതിന മുഅ്രിദൂൻ, മേൽക്കൂരയാക്കി എന്നാണ് സൂറത്തുൽ അംബിയ 32 പറഞ്ഞു. വാൻസല ലഹു മിനസ് സമായി മാ, അള്ളാഹ് നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് വെള്ളമിറക്കി. വൽമുറാദ് ബിഹി, ഇവിടെ ആകാശം കൊണ്ട് ഉദ്ദേശം സഹാബു ഹാവുന മേഘത്തിൽ നിന്ന്, മേഘം എന്ന ഉദ്ദേശം ഫീ വഖ്തിഹി ഇന്ദഹ്തിയാജിഹിം ഇലൈഹി, അവർ അതിലേക്ക് ആവശ്യമാകുന്ന സമയത്ത് ആകാശത്തിൽ നിന്നും, അതായത് മേഘത്തിൽ നിന്ന് വെള്ളമിറക്കി. അണ്ട് ഫാഖറജ ലഹും ബിഹി, അള്ളാഹ് ആ വെള്ളം കൊണ്ട് അവർക്ക് വേണ്ടി പുറപ്പെടുവിച്ചു. മിൻ അൻവായി സുറു ഇവ സിമാരി, വിവിധ ഇനം കൃഷികളും പഴങ്ങളും അതിൽ നിന്ന് മാഹു മുഷാഹിദൻ പുറപ്പെടുവിച്ചു. മാഹുവ ഒന്നിനെ മുഷാഹിദൻ കാണപ്പെടുന്നതിനെ പുറപ്പെടുവിച്ചു. അരിസുക്കല്ലക്കും നിങ്ങൾക്കുള്ള ഭക്ഷണമായിട്ട്, വലിയ അന്നാമിക്കും അവർക്കും അവരുടെ നാൽക്കാലികൾക്കുമുള്ള ഭക്ഷണമായിട്ട് പുറപ്പെടുവിച്ചു. കമാ ഖററ ഹദാ ഫി ഗൈരി മൗദിഇ മിനൽ ഖുർആൻ, അള്ളാഹ് ഇതിനെ സ്ഥിരപ്പെടുത്തുന്നുണ്ട് ഖുർആനിൽ പല സ്ഥലങ്ങളിലും, ഈ സ്ഥലങ്ങളല്ലാത്ത പല സ്ഥലങ്ങളിലും. വമിൻ അഷ്ബഹി ആയത്തി ബിഹാദിൽ ആയത്തി കൗലുഹു, വമിൻ അഷ്ബഹി ആയത്തീൻ ബിഹാദിൽ ആയത്തി, ഈ ആയത്തിനോട് ഏറ്റവും സാദൃശ്യമായ ആയത്തിൽപ്പെട്ടതാണ് കൗലുഹു തആല, അള്ളാഹിൻ്റെ കൗൽ, അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറൻ വസ്സമാഅ ബിനാഅ വസവ്വറക്കും വഅഹ്സന സുവറക്കും വറസഖക്കും മിനത് ത്വയ്യിബാതി ദാലികുമുല്ലാഹു റബ്ബുക്കും ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീൻ ഗാഫിറിലെ 64-ാമത്തെ ആയത്ത്. മദ്മൂൻ, ഇതിൻ്റെ ഉള്ളടക്കം എന്താ, അന്നഹുൽ ഖാലിഖു റാസിഖുൽ മാലിക്കുദ്ദാർ, അവനാണ് സൃഷ്ടാവ്, അവനാണ് ഭക്ഷണം നൽകുന്നവൻ, അവനാണ് ഈ ലോകത്തിൻ്റെ ഉടമസ്ഥൻ. വസാക്കിനിഹ, ഈ ലോകത്ത് താമസിക്കുന്നവരുടെയും മാലിക് അവനാണ് ഉടമസ്ഥൻ. റാസിഖ് അവർക്ക് ഭക്ഷണം നൽകുന്നവൻ അവനാണ് എന്നാണ് ഇതിന്ന് പറയുന്നത്. ഫബിഹാദ, ഈ പറഞ്ഞത് കൊണ്ടിട്ട് യസ്തഹിഖു അൻ യുഅ്ബദ വഹദഹു, അവനെ മാത്രം ആരാധിക്കൽ അവൻ ബന്ധിക്കും. വലാ യുശ്രികു ബിഹി ഗൈറു, അവനോട് മറ്റൊരാളെയും പങ്കു ചേർക്കപ്പെടാൻ പാടില്ല. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിട്ട് വലിഹാദ, ഇക്കാരണത്തിന് വേണ്ടി കാല അള്ളാഹ് പറഞ്ഞു, ഫല തജ്അലുലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ അള്ളാഹ്ക്ക് അന്താദൻ പങ്കുകാരെ ഉണ്ടാക്കരുത്. വഅൻതും തഅലമൂന, നിങ്ങൾ അറിയുന്നവരായ സ്ഥിതിയിൽ അവനാണ് ഖാലിഖെന്ന് നിങ്ങൾക്കറിയാവുന്ന സ്ഥിതിയിൽ അള്ളാഹുവിനെ നിങ്ങൾ പങ്കുകാരെ ആക്കരുത്. വഫി സഹീഹൈനി, മുസ്ലിമിലും അതുപോലെ തന്നെ സഹീഹ് മുസ്ലിമിലും സഹീഹുൽ ബുഖാരിയിലുണ്ട് ഇബ്നു മസ്ഊദിനെ തൊട്ട്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അയ്യു ദംബി അഅ്ളമു, ഏറ്റവും വലിയ ദോഷം ഏതാണ്? ഖാല, നബി പറഞ്ഞു, തജഅലില്ലാഹി നിദ്ദാ, അള്ളാഹുവിന് നീ എന്ത് ചെയ്യുക, പങ്കുകാരെ ആക്കലാണ്, തുല്യനെ ഉണ്ടാക്കുക, അള്ളാഹുവിന് തുല്യനെ ആക്കലാണ്. വഹുവ ഖലഖക, അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത്, ആ സ്ഥിതിയിൽ അള്ളാഹുവിന് നീ പങ്കുചാര ഉണ്ടാക്കുക, അതാണ് ഏറ്റവും വലിയ ദോഷം. അത് ഹദീസ്. വക്കഥ ഹദീസ്, മുആദിൻ്റെ ഹദീസ് പ്രകാരം, അതദ്രി മാ ഹഖുല്ലാഹി അലാ ഇബാദിഹി, നീ അറിയുമോ അള്ളാഹുവിനുള്ള അവകാശം, അടിമകളുടെ മേലുള്ള അവകാശം എന്താണ്? അടിമകളുടെ മേൽ അള്ളാഹുവിനുള്ള അവകാശം എന്താണെന്ന് വെച്ചാൽ അൻ യഅ്ബുദൂഹു, അവർ ആരാധിക്കലാണ്. ലാ തുശ്രിക്കു ബിഹി ഷൈഅ, അവനോട്
ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കലാണ് അൽ ഹദീസ. വഫിൽ ഹദീസിൻ ആഖറ, മറ്റൊരു ഹദീസിലുണ്ട്, ലാ യഖൂലന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും പറയരുത്, മാഷാ അള്ളാഹ് വശാ ഫുലാൻ, അള്ളാഹ് ഉദ്ദേശിച്ചാൽ, വശാ ഫുലാൻ, അള്ളാഹ് ഉദ്ദേശിച്ചത്, വശാ ഫുലാനും, ഇന്നാലിന്നാൾ ഉദ്ദേശിച്ചത് എന്ന് പറയരുത്. വലാക്കിൻ ലി യഖുൽ, എങ്കിലും പറയണം, മാഷാ അള്ളാഹ്, അള്ളാഹ് ഉദ്ദേശിച്ചത്, സുമ്മ ഷാ ഫുലാൻ, പിന്നെ ഇന്നാലിന്നാൾ ഉദ്ദേശിച്ചത് എന്ന് പറയട്ടെ. അല്ലാതെ എന്തില്ല, അള്ളാഹ് ഉദ്ദേശിച്ചു ഷാ ഫുലാനും കൂട്ടിപ്പറ, അള്ളാഹും ഇന്നാലിന്നാൾ ഉദ്ദേശിച്ചാൽ രണ്ടും കൂട്ടിപ്പറയരുത്. വഖാല ഹമ്മാദ് ബിൻ സലമ പറഞ്ഞു, ഹദസ്ന അബ്ദുൽ മലിക് ബിൻ ഉമൈരിൻ അൻ റിബിഇ ബിൻ ഹിദാഷിൻ അൻ തുഫൈൽ ബിൻ സാഖ്ബറ അഖി ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ ലി ഉമ്മിഹാ ഖാല റായിത്തു, ഞാൻ കണ്ടു, ഫീമാ യറൻ നായിമു, ഫീമാ യറൻ നായിമു, ഉറക്കത്തിൽ കാണുന്നത്, ഉറക്കത്തിൽ കാണുന്ന ഒന്നിൽ ഞാൻ കണ്ടു, അതായത് ഞാൻ സ്വപ്നം കണ്ടു. കന്നി അത്തൈത്തു അലാ നഫരി മിനൽ യഹൂദി, ഞാൻ തുഫൈൽ ബിൻ സഖിയ പറയല്ലേ, ആയിഷ ബീവിയുടെ സഹോദരനാണ്, അവരെ ഉമ്മയോട് പറഞ്ഞു, തുഫൈൽ ഉമ്മയോട് പറയാണ്, ഞാൻ ഒരു സ്വപ്നം കണ്ടു. എന്താണ്? ഞാൻ യഹൂദികളിൽപ്പെട്ട ഒരു സംഘത്തിൻ്റെ മേൽ ഞാൻ ചെന്നു. ഫഖുൽത്തു മൻ അൻതും, എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോൾ ഫഖാലു, അവർ പറഞ്ഞു, യഹ്നുൽ യഹൂദ്, ഞങ്ങൾ യഹൂദികളാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു, ഇന്നക്കും ല അൻതുമുൽ ഖൗമു ലൗലാ അന്നക്കും തഖൂലൂന ഉസൈർ ഇബ്നുല്ലാഹ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇന്നക്കും ല അൻതും, നിങ്ങൾ, തീർച്ചയായും നിങ്ങൾ ഒരു ജനതയാണ്, ലൗലാ അന്നക്കും തഖൂലൂന, നിങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ അള്ളാഹിൻ്റെ മകനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോൾ ഖാലു, അവർ പറഞ്ഞു, ഇന്നക്കും ല അൻതുമുൽ ഖൗമു, നിങ്ങൾ ഒരു ജനതയാണ്, ലൗലാ അന്നക്കും തഖൂലൂന, നിങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, മാഷാ അള്ളാഹു വശാ മുഹമ്മദൻ, അള്ളാഹു ഉദ്ദേശിച്ചാൽ മുഹമ്മദും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഖാല, അദ്ദേഹം പറയാണ്, സുമ്മ മറർത്തു ബി നഫരി മിന നസാറ, പിന്നെ ക്രിസ്ത്യാനികൾ നസാറകളിൽപ്പെട്ട ഒരു സംഘത്തിൻ്റെ അടുക്കിലൂടെ ഞാൻ നടന്നു. ഫഖുൽത്തു, അപ്പോൾ ഞാൻ പറഞ്ഞു, മന്നൻതു, നിങ്ങളാരാണ് ഞാൻ ചോദിച്ചു അവരോട്. ഖാലു നഹ്നു നസാറ, ഞങ്ങൾ നസാറാക്കളാണ്, ഞങ്ങളാരാണ്, ക്രിസ്ത്യാനികളാണ്. മറ്റത് യഹൂദികൾ എന്ന് വെച്ചാൽ ആരാണ്? ജൂതന്മാർ. അപ്പോൾ ഖുൽതു, ഞാൻ ചോദിച്ചു, ഇന്നക്കും ല അൻതുമുൽ ഖൗമു ലൗലാ അന്നക്കും തഖൂലൂന മസീഹ് ഇബ്നുല്ലാഹ്, അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അൻതുമുൽ ഖൗം, നിങ്ങൾ ഒരു കൗമാണല്ലോ, ലൗലാ അന്നക്കും തഖൂലൂന അൽ മസീഹ് ഇബ്നുല്ലാഹ്, മസീഹ് അള്ളാഹിൻ്റെ മകനാണ്, ഈസാ നബി അള്ളാഹിൻ്റെ മകനാണ് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഖാലു, അവർ പറഞ്ഞു, ഇന്നക്കും ല അൻതുമുൽ ഖൗം, നിങ്ങൾ ഒരു കൗമാണ്, ലൗലാ അന്നക്കും തഖൂലൂന മാഷാ അല്ലാഹു വശാ മുഹമ്മദ്, മുഹമ്മദ് അള്ളാഹു മുഹമ്മദ് ഉദ്ദേശിച്ചാൽ എന്ന് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവരിങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. അങ്ങനെ ഫലമാസ്ബഹ്തു, അങ്ങനെ ഞാൻ പ്രഭാതമായപ്പോൾ, അഖ്ബർത്ത് ബിഹാ മൻ അഖ്ബർത്തു, ഞാൻ അതിനെ ഖബർ അറിയിച്ചു, ഞാൻ പറഞ്ഞവരോടൊക്കെ പറഞ്ഞു. സുമാത്തൈത്തു നബിയ, പിന്നെ ഞാൻ നബിയുടെ അടുത്ത് നിന്ന് ഫഖ്ബർത്തു, അതിനെപ്പറ്റി പറഞ്ഞു. ഫഖാലപ്പോൾ നബി പറഞ്ഞു, ഹൽ അഖ്ബർത്ത ബിഹാദ അഹദൻ, നീ ഇത് ആരോടെങ്കിലും പറഞ്ഞോ? ഫഖുൽത്തപ്പോൾ ഞാൻ പറഞ്ഞു, അതെ. അപ്പോൾ നബി പറയാണ്, അതെ. അപ്പോൾ അദ്ദേഹം, ഞാൻ പറഞ്ഞു, നബി തുഫൈൽ പറയാണ്, അതെ, ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖാമ, അപ്പോൾ നബി എന്ത് ചെയ്തു? നിന്നു. ഫഹമിദല്ലാഹ വാസിന അലൈഹി, നബി ഹംദ് പറഞ്ഞിട്ട് അള്ളാഹിനെ സ്തുതിച്ചിട്ട് എന്ത് ചെയ്തു? നബി പ്രസംഗിക്കുകയാണ്. സുമ്മ ഖാല, നബി പറഞ്ഞു, അമ്മാ ബഅദ് ഫഇന്ന തുഫൈലൻ റആ റുയൻ, ഈ തുഫൈൽ ഒരു സ്വപ്നം കണ്ടു. അഖ്ബറ ബിഹ മൻ അഖ്ബറ മിൻകും, അദ്ദേഹം അതിനെ പറഞ്ഞു, നിങ്ങളിൽ നിന്ന് പറഞ്ഞവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നക്കും കുൽത്തും, നിശ്ചയം നിങ്ങൾ പറയുന്ന ഒരു കലിമത്ത്, കാന യംനൗനി കഥ, അപ്പോൾ കഥ കുൽത്തും കലിമത്തൻ കാന യംനഉനി കഥാവ കഥ അൻ അൻഹാക്കും അൻഹാ, നിങ്ങളതിനകത്തോട് നിരോധിക്കാൻ, കാനതായിരുന്നു യംനൗനി, എന്നെ തടഞ്ഞു ഇന്നാലിന്നത് എന്നെ തടഞ്ഞിരുന്നു. അൻഹാക്കും അൻഹ, ഇന്നാലിന്നത് നിങ്ങളതിനകത്തോട്ട് നിരോധിക്കാൻ ഇന്നാലിന്നത് എന്നെ തടഞ്ഞിരുന്നു. അങ്ങനത്തെ ഒരു കലിമത്ത് നിങ്ങൾ പറയുന്നുണ്ട്, അത് കണ്ടു ഫലാത്താക്കോൾ, നിങ്ങൾ പറയരുത്. മാഷാ അള്ളാഹു വശാഫ് മുഹമ്മദ് എന്ന് നിങ്ങൾ പറയരുത്. വലാക്കിൻ കൂലു, എങ്കിൽ നിങ്ങൾ പറയുക, മാഷാ അള്ളാഹു വഹദ, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന്. ഹാക്കദ റവാഹുബിന് മർവദൈഹി ഫി തഫ്സീരി ഹാദിൽ ആയത്തി മിൻ ഹദീസി അമ്മാദ് ബിൻ സലമ, ഈ ഹദീസിൻ്റെ
ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇബ്നു മർവദ ഇതിന് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഹമ്മാദ് ബിൻ സലമേൻ്റെ ഹദീസിൽ നിന്ന് ബിഹി വാഖ്റജ ഇബ്നു മാജ മിൻ വജീൻ ആഖർ. ഇബ്നു മാജ മറ്റൊരു വജീലൂടെ ഇതിനെ റിവായത്ത് ചെയ്തു. അൻ അബ്ദുൽ മലിക് ബിൻ ഉമൈറയെ തൊട്ട് ബിനഹ്വിഹി ബിഹി ഇതുകൊണ്ട് ബിനഹ്വി ഇതുപോലത്തെ കൊണ്ട്. വഖാല സുഫ്യാനു സയ്യിദ് സൗരി പറയാണ് അനിൽ അജിലഹിബിൻ അബ്ദുല്ലാഹിൽ കിന്ദിയെ തൊട്ട് അൻ യസീദ് ബിൻ അസം അൻ ഇബ്നു അബ്ബാസിനെ തൊട്ട് ഖാല ഇബ്നു അബ്ബാസ് പറഞ്ഞു ഖാല റജുലൻ ഒരു റജുൽ പറഞ്ഞു നബിയോട് മാഷാ അല്ലാഹു വശിഅ്ത പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുകയും അള്ളാഹുവും അങ്ങയും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഫഖാല നബി പറഞ്ഞു അജാലത്തനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹിന് തുല്യനാക്കുകയാണോ? കുൽ നീ പറയണം മാഷാ അല്ലാഹു വഹദ, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് മാത്രം പറയാ. റവാ ഇബ്നു മർവദഹിയാണ്. വഖ്റജഹു നസായി റിവായത്ത് പുറപ്പെടുവിച്ചു. വബ്നു മാജ മിൻ ഹദീസ് ഈസ ബിൻ യൂനുസ് അനിൽ അജ്ലഹിനെ കൊണ്ട് അജ്ലഹിനെ തൊട്ട് ബിഹി കൊണ്ട് റിവായത്തിട്ട്. അപ്പോൾ ഇബ്നു മർവദഹിയും നസായി ഇബ്നു മാജ. വഹാദാ കുല്ലുഹു സ്വിയാനത്തുൻ വഹിമായത്തുൻ ലി ജനാബി തൗഹീദി, ഇത് മുഴുവനും സംരക്ഷണമാണ് ലി ജനാബി തൗഹീദിൻ്റെ ഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞത് മുഴുവനും അല്ലാഹു അലം. അപ്പോൾ തൗഹീദിൻ്റെ ഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വഖാല മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് പറഞ്ഞു ഹദ്ദസനി മുഹമ്മദ് ബിൻ അബി മുഹമ്മദ് അൻ ഇക്രിമത്ത ഔ സഈദ് ബിൻ ജുബൈർ അൻ ഇബ്നു അബ്ബാസിനെ തൊട്ട് ഖാല അതേപോലെ ഖാല അല്ലാഹു തആല അല്ലാഹു പറഞ്ഞു യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും, അല്ലയോ ജനങ്ങളെ നിങ്ങൾ റബ്ബിനെ ആരാധിക്കണം. ലിൽ ഫരീഖൈനി ജമിഅ മിനൽ കുഫാരി വൽ മുനാഫിഖീന, അല്ലാഹ് പറയാണ് ലിൽ ഫരീഖൈനി മുഴുവൻ രണ്ട് പാർട്ടിയോടും മുഴുവത്തോടും പറയാണ്. മിനൽ കുഫാരി വൽ മുനാഫിഖീന, മുനാഫിഖുകളിൽ നിന്നും അവിശ്വാസികളിൽ നിന്നുള്ള മുഴുവൻ രണ്ട് പാർട്ടികളോടും അല്ലാഹ് പറയാണ്. അവിശ്വാസികളിൽ നിന്നും കപടവിശ്വാസികളിൽപ്പെട്ട മുഴുവൻ ആളുകളോടും ഐ വഹിദു റബ്ബക്കും, അതായത് നിങ്ങൾ റബ്ബിനെ ഏകനാക്കണം. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടച്ച റബ്ബിനെ നിങ്ങൾ ഏകനാക്കണം. വബിഹി അദ്ദേഹത്തെ തൊട്ടുണ്ട് അൻ ഇബ്നു അബ്ബാസിനെ തൊട്ട് ഫലാ തജലുലില്ല എന്താദമാനത്തും താലമൂൻ, നിങ്ങൾ അല്ലാഹുവിന് അന്താദ് പങ്കുകാരാക്കരുത് നിങ്ങൾ അറിയുന്ന സ്ഥിതിയിൽ. ഐ ലാ തുശ്രികൂ ബില്ലാഹി ഗൈറഹു എന്നാണ്. മിനൽ അന്താദി, അള്ളാഹു അല്ലാത്തവരെ തുല്യരെ നിങ്ങൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത്. അല്ലത്തീ എങ്ങനത്തെ തുല്യരാണ്? ലാ തംഫു അവർ ഉപകാരം ചെയ്യൂല, വലാ തളുറോ അവർ ഉപദ്രവം ചെയ്യൂല. അങ്ങനത്തെ തുല്യരെ അള്ളാഹു അല്ലാത്ത തുല്യരെ നിങ്ങൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത്. വാൻതും തഅലമൂന അന്നഹു ലാ റബ്ബ ലക്കും, നിങ്ങൾ അറിയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് റബ്ബില്ല. യർസുക്കും ഗൈറുഹു, നിങ്ങൾക്ക് അല്ലാഹ് അല്ലാത്ത നിങ്ങൾക്ക് റിസ്ക് നൽകുന്ന റബ്ബ് ഇല്ല എന്ന് നിങ്ങൾക്കറിയാലോ. വഖദ് അലിംതും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അന്നല്ലദീ യദ്ഉക്കും ഇലൈഹി റസൂൽ, നിങ്ങളെ റസൂൽ ക്ഷണിക്കുന്നത് മിൻ തൗഹീദിഹി അള്ളാഹിനെ ഏകനാക്കലിനാൽ ഹുവൽ ഹഖു അല്ലദീ ലാ ശക്ക ഫീഹി, ആ തൗഹീദ് ഹുവൽ ഹഖു അതാണ് സത്യം, ലാ ശക്ക സംശയമില്ല. വഹാക്കഥ കാല ഖത്താദ, ഇപ്രകാരം ഖത്താദയും പറഞ്ഞിട്ടുണ്ട്. വഖാല ഇബ്നു അബി ഹാത്തിം പറഞ്ഞു ഹദസന അഹ്മദ് ബിൻ അംർ ബിൻ അബി ഹാസിം ഹദസന അബി അംറൻ ഹദസന അബ്ദുൽ ലഹാഖ് ബിൻ മഖ്ലദിൻ അബു ആസിം ഹദസന ശബീബ് ബിൻ ബിശ്രിൻ ഹദസന ഇക്രിമത്താൻ ഇബ്നു അബ്ബാസിൻ ഫീ ഖൗലില്ലാഹി അസ്സ വജല്ല, ഇബ്നു അബ്ബാസ് പറയാണ് ഫീ ഖൗലില്ല അള്ളാഹിൻ്റെ കൗലിൽ. ഇക്രിമ റിവായത്ത് ചെയ്ത് ഇബ്നു അബ്ബാസിൻ തൊട്ട് അള്ളാഹിൻ്റെ കൗലിൽ എന്താണ് ഫലാ തജ്അലു ലില്ലാഹി അന്താദ വഅൻതും തഅലമൂൻ എന്ന് പറഞ്ഞു. അതിൽ ഖാല അദ്ദേഹം പറഞ്ഞു അൽ അന്താദ് ഹുവ ശിർക്ക്, അന്താദ് വെച്ചാൽ പങ്കു ചേർക്കുക, അന്താദ് ഹുവ ശിർക്കാണത്. അഖ്ഫാ മിൻ ദബീബിൻ നംലി അലാ സഫാത്തി സൗദാഇൻ ഫീ ളുൽമത്തിൽ ലൈൽ. ഖാല അൽ അന്താദ് ഹുവ ശിർക്ക് അഖ്ഫാ മിൻ ദബീബിൻ നംലി അലാ സഫാത്തി സൗദാഇൻ ഫീ ളുൽമത്തിൽ ലൈൽ. സഫാത്തിൻ സൗദായും ഫിൽ ഉൽമത്തിൽ, രാത്രി ഇരുട്ടിലുള്ള കറുത്ത പാറയുടെ മേലുള്ള നെംലിൻ്റെ ദബീബിൽ ഏറ്റവും അഖ്ഫയായത്. വായക്കൂല അത് പറയലാണ് വല്ലാഹി വഹയാത്തിക യാ ഫുലാൻ വഹയാത്തി, അള്ളാഹുവിനെ തന്നെ നിൻ്റെയും യാ ഫുലാൻ ഓ ഫുലാനെ നിൻ്റെ ജീവിതം വഹയാത്തി എൻ്റെ ജീവിതവും.
വയക്കൂലു പറയും ലൗല കൽബത്തു ഹാദ ലാത്താനൽ ലുസൂസു, ലൗല കൽബത്തു ഹാദ ലാത്താനൽ ലുസൂസു വലൗലൽ ബത്തു ഫിദ്ദാരി ലാത്തൽ ലുസൂസു, ഈ പട്ടിയില്ലായിരുന്നെങ്കിൽ ലാത്താൻ ലുസൂസു, ഞങ്ങൾക്ക് കള്ളന്മാർ വരുമായിരുന്നു. വലൗലൽ ബത്തു ഫിദ്ദാരി, വീട്ടിൽ ബത്തില്ലായിരുന്നെങ്കിൽ ലാത്തൽ ലുസൂസു, ബത്ത് എന്ന് വെച്ചാൽ എന്താ? ബത്തു താറാവാണോ? ലാത്തൽ ലുസൂസ്, കള്ളന്മാർ വരുമായിരുന്നു. വഖൗലു റജുലിൽ സാഹിബിഹി, ഒരു റജുലിൻ്റെ കൗല് ലൗലല്ലാഹു വ ഫുലാനുൻ, അള്ളാഹുവും ഇന്നാലിന്നാളും ഉണ്ടായിരുന്നെങ്കിൽ ലാ തജൽ ഫിഹ ഫുലാൻ ഹാദാ കുല്ലുഹു ബിശ്രിക്കുൻ, ലാ തജൽ ഫിഹ നീ അതിലാക്കണ്ട, ഫുലാനാക്കണ്ട, ഹാദാ കുല്ലുഹു, ഹാദാ ഇത് കുല്ലു ഇത് മുഴുവനും ബിശ്രിക്കു ഇതുകൊണ്ട് ശിർക്കുണ്ട് എന്ന് പറഞ്ഞതല്ലേ. ഒഫിൽ ഹദീസ്, മറ്റൊരു ഹദീസിലുണ്ട് 14 അല്ലേ, ലിഅന്ന ഹാദ, ഒഫിൽ ഹദീസ് ഒരു ഹദീസിലുണ്ട് അന്ന റജുലൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ നബിയോട് പറഞ്ഞു മാഷാ അല്ലാഹു വ ശിഅ്താന്ന് പറഞ്ഞു, അള്ളാഹു അങ്ങേ ഉദ്ദേശിച്ചാൽ, അങ്ങും അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഫഖാല, അപ്പോൾ നബി ചോദിക്കുക ജഅൽതനി ലില്ലാഹി നിദ്ദൻ, നീ എന്നെ നീ അള്ളാഹുവിനോട് പങ്കു ചേർക്കുകയാണോ? നീ എന്നെ ആക്കുകയാണോ അള്ളാഹുവിന് പങ്കുകാരനാക്കുകയാണോ? ഒഫിൽ ഹദീസ്, മറ്റൊരു ഹദീസുണ്ട് ആഖിർ, മറ്റൊരു ഹദീസിലുണ്ട് എന്താണ്? നിഅമൽ ഖൗമു അൻതും, നിങ്ങൾ എത്ര നല്ല ജനങ്ങളാണ്, ലൗല അന്നക്കും തുനദ്ദിദൂന, നിങ്ങൾ പങ്കു ചേർത്തില്ലായിരുന്നെങ്കിൽ തഖൂലുന മാഷാ അല്ലാഹു വശാ ഫുലാൻ, അള്ളാഹു ഇന്നാലിന്നാൾ ഉദ്ദേശിച്ചാൽ എന്ന് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എത്ര നല്ലവരായിരുന്നു. ഖാല അബുലാലിയ പറയാണ് ഫലാ തജലുലില്ലാഹി അന്താദാന്ന് വെച്ചാൽ ഈ ഉദലാ ശുറക്ക, നിങ്ങൾ അള്ളാഹുവിന് പങ്കുകാരെ തുല്യരെ ആക്കരുത്. വഹാദാക്കഥ കാല റബീബിനു അൻസ് പറഞ്ഞു, ഖത്താദ സുദ്ദി അബു മാലിക് ഇസ്മായിൽ ഇബ്നു അബി ഖാലിദ് ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വക്കാല മുജാഹിദ് പറഞ്ഞു ഫലാ തജലുലില്ലാഹി എന്താണ് വാൻതും താലമുൻ, മുജാഹിദ് പറഞ്ഞു ഈ കാല താലമൂന അന്നഹു ഇലാഹും വാഹിദൻ, നിങ്ങൾ അള്ളാഹുവിന് പങ്കുകാരെ ആക്കരുത്. വാൻതും താലമൂന അന്നഹു ഇലാഹും വാഹിദൻ ഫി തൗറാത്ത്, നിങ്ങൾക്കറിയാലോ അവനാണ് ഏക ഇലാഹെന്ന്, തൗറാത്തിലും ഇഞ്ചീലിലും പറഞ്ഞ ഏക ഇലാഹ് അവനാണ്, നിങ്ങൾക്കറിയാവുന്ന സ്ഥിതി നിങ്ങൾ അള്ളാഹുവിന് പങ്കുകാരെ ആക്കരുത്. ദിക്റു ഹദീസിൻ ഫി മാന ഹാദിഹിൽ കരീമ, ഈ ആയത്തിൻ്റെ അർത്ഥത്തിൽ വന്ന ഹദീസിനെ പറയൽ, ഈ കരീമായ ആയത്തിൻ്റെ. ഖാലൽ ഇമാം അഹ്മദ് പറഞ്ഞു ഹദസന അഫ്ഫാൻ ഹദസന അബൂ ഖലഫിൻ മൂസ ബിൻ ഖലഫിൻ വകാന യുഅദ്ദു മിനൽ ബുദലായി, അബൂ ഖലഫ് അതായത് മൂസ ബിൻ ഖലഫ് പറയുന്നു, അദ്ദേഹത്തെ ബുദലായിൽപ്പെട്ടതായിട്ട് എണ്ണപ്പെടും. ഹദസന യഹ്യ ബിൻ അബി കസീർ അൻ സയ്യിദ് ബിൻ സല്ലാമിൻ അൻ ജദ്ദിഹി മംതൂരിൻ അൻ ഹാരിസിൽ അശ്അരി അന്നൻ നബിയ, ഹാരിസിൽ അശ്അരി തൊട്ട് അന്നൽ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ കാല പറഞ്ഞു ഇന്നല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല അമറ യഹ്യ ബിൻ സക്കരിയ അലൈഹിസ്സലാം, യഹ്യ നബിയോട് കൽപ്പിച്ചു ബി ഹംസി കലിമാത്തിൻ, 5 കാര്യം, അൻ യഅമല ബിഹിൻ, അത് ചെയ്യാൻ, 5 കാര്യം ചെയ്യാൻ കൽപ്പിച്ചു എന്നാ, 5 കലിമത്തുകളെ കൊണ്ട് കൽപ്പിച്ചു അത് ചെയ്യാൻ. വാൻ യഅമുറ ബനി ഇസ്രായേൽ അൻ യഅമലു ബിഹിൻ, ബനി ഇസ്രായേൽ അത് ചെയ്യണമെന്ന് ബനി ഇസ്രായേലോട് കൽപ്പിക്കാനും അള്ളാഹു യഹ്യ നബിയോട് കൽപ്പിച്ചു. വകാന യുബ്തിഉ ബിഹ, അദ്ദേഹം അതിനെ പിന്തിപ്പിച്ചു. ഫഖാല ഈസാ അലൈഹി സ്വലാം അദ്ദേഹത്തോട് ചോദിച്ചു ഇന്നക ഖദ് ഉമിർത ബി ഹംസി കലിമാത്തിൻ അൻ തഅമല ബിഹിന്ന വ തഅമുറ ബനി ഇസ്രായേൽ അൻ യഅമലു ബിഹിന്ന, അങ്ങയോട് കൽപ്പിക്കപ്പെട്ടിരുന്നില്ല 5 കാര്യങ്ങൾ, അങ്ങ് അത് ചെയ്യാനും അത് ചെയ്യാൻ ബനി ഇസ്രായേലോട് കൽപ്പിക്കാനും അങ്ങയോട് 5 കാര്യം കൽപ്പിക്കപ്പെട്ടിരുന്നില്ലയോ? ഫൈമാൻ തുബ്ലിഗഹുന്ന, ഒന്നുകിൽ അങ്ങതെത്തിക്കുക, അല്ലെങ്കിൽ വൈമാൻ ഉബ്ലിഗഹുന്ന, അല്ലെങ്കിൽ ഞാനതെത്തിക്കും. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു യാഹി, എൻ്റെ സഹോദര, ഇന്നി അഖ്ഷ, തീർച്ചയായും ഞാൻ പേടിച്ചു, ഇൻ സബഖ്തനി,
ഇൻ സബഖ്തനി നീ എനിക്ക് മുൻകടന്നാൽ അൻ ഉഅദ്ദിബ യുഖ്സഫ ബീ ഇന്നി അഖ്ഷ ഞാൻ പേടിക്കുന്നു ഇൻ സബഖ്തനി നീ എനിക്ക് മുൻകടന്നാൽ അൻ ഉഅദ്ദബ എന്നെ ശിക്ഷിക്കപ്പെടലിനെ വയുഖ്സഫ ബി എന്നെ ഹസ്ഫ് ചെയ്യപ്പെടലിനെ എന്നെ മാറിക്കപ്പെടലിനെയും എന്നെ ശിക്ഷിക്കപ്പെടൽ ഞാൻ പേടിച്ചു. ഖാൽ അദ്ദേഹം പറയും ജമാ യഹ്യ ബിൻ സക്കരിയ ബനി ഇസ്രായീൽ ഫി ബൈത്തുൽ മഖ്ദസി അപ്പോൾ യഹ്യ ബിൻ യഹ്യ നബി എന്ത് ചെയ്തു? അപ്പോൾ ഒരുമിച്ച് കൂടി ബനി ഇസ്രായേൽ നബി ബൈത്തുൽ മുഖദ്ദസിൽ ഒരുമിച്ച് കൂടി തലാൽ മസ്ജിദ് അങ്ങനെ പള്ളി നിറഞ്ഞു. ഫഖാദ അൽ ഷറഫി അങ്ങനെ ഷറഫിൻ്റെ മേലെ അതേ ഇരുന്നു. വഹമിദല്ലാഹ് അതുകൊണ്ട് അദ്ദേഹം അള്ളാഹിനെ സ്തുതിച്ചു. വാസന അലൈഹി അള്ളാഹുവിന് സ്തുതി പറഞ്ഞു, ഹംദും സ്തുതിയും പറഞ്ഞിട്ട്. സുമ്മക്കാല പിന്നെ അദ്ദേഹം പറയാണ് ഇന്നല്ലാഹ അമറനി ബി ഹംസി കലിമാത്തിൻ അൻഅമല ബിഹിന്ന അള്ളാഹ് എന്നോട് കൽപ്പിച്ചു ബി ഹംസി കലിമാത്തിൻ അൻഅമല ബിഹിന്ന ഞാൻ അത് ചെയ്യാൻ വാമുറക്കും നിങ്ങളോട് കൽപ്പിക്കാനും അൻ തഅമലു ബിഹിന്ന അത് ചെയ്യാൻ നിങ്ങളോട് കൽപ്പിക്കാനും അള്ളാഹ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. വാവലുഹുൻ അതിൽ ആദ്യത്തേത് അൻ തഅബുദുല്ലാഹ ലാ തുശ്രികൂ ബി ഷൈഅ നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കണമെന്നതാണ്, അള്ളാഹിനോട് ഒന്നിനും പങ്കു ചേർക്കരുത് എന്നതാണ്. കാരണം ഫൈന്ന മസല ദാലിക മസല റജുലിൻ ഇസ്തറ അബ്ദൻ മിൻ ഖാലിസി മാലിഹി ബിവർഖിൻ ഔ ദഹബിൻ കാരണം അതിൻ്റെ ഉപമ മസല റജുലിൻ ഒരു മനുഷ്യൻ്റെ ഉപമ പോലെയാണ്. ഇസ്തറ അബ്ദൻ അയാളൊരു അടിമയെ വാങ്ങി മിൻ ഖാലിസി മാലി അദ്ദേഹത്തിൻ്റെ തനിച്ച മുതലിൽ നിന്നിട്ട് ബിവർഖിൻ ഔ ദഹബിൻ സ്വർണ്ണമോ വെള്ളിയോ കൊണ്ടിട്ട് വാങ്ങി. ഫജാല യഅമലു വയുദ്ദി ഖല്ലതഹു ഇലാ ഗൈരി സയ്യിദിഹി അപ്പോൾ അയാൾ അടിമയായി യഅമലു അവൻ അമൽ ചെയ്യും. വയോദ്ദി കൊല്ലത്ത് അവൻ്റെ ലാഭത്തെ അവൻ എന്ത് ചെയ്യും? കൊല്ലത്തിന് അവൻ കൊടുക്കും. ഇലാ കൊരി അവൻ്റെ സയ്യിദ് അല്ലാത്തവരിലേക്ക് കൊടുക്കുന്നു. അയ്യുക്കും യസുറുഹു അപ്പോൾ നിങ്ങളിൽ ആരെയാണ് അത് സന്തോഷിപ്പിക്കുക? അയ്യക്കൂനു അബുദുഹു കദാലിക അവൻ്റെ അടിമ അപ്രകാരമാകൽ നിങ്ങൾ ആരെയാണ് സന്തോഷിപ്പിക്കുക? കാരണം ഇന്നല്ലാഹ ഖലഖക്കും അള്ളാഹാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. റസഖക്കും നിനക്ക് ഭക്ഷണം നൽകിയത്. അതുകൊണ്ട് ഫഅബുദുഹു നിങ്ങൾ അവനെയാണ് ആരാധിക്കേണ്ടത്. വലാ തുശ്രികൂ ബി ഷൈഅ നിങ്ങൾ മറ്റൊരാളെയും അവനോട് പങ്കു ചേർക്കരുത്. വഅമറക്കും ബിസ്സലാ ഇനി രണ്ടാമത്തെ കാര്യം വഅമറക്കും ബിസ്സലാത്തി അള്ളാഹ് നിങ്ങളോട് നിസ്കാരം കൽപ്പിച്ചു. ഫഇന്നല്ലാഹ യൻസിബു വജ്ഹഹു ലിവജ്ഹി അബ്ദിഹി മാ ലം യൽതഫിത് കാരണം ഒരടിമ അവൻ്റെ മുഖം നാട്ടുമ്പോഴെല്ലാം ലിവജി അബ്ദിഹി ഫഇന്നല്ലാഹ യൻസിബു വജ്ഹഹു അവൻ്റെ മുഖത്തെ അവൻ നാട്ടും ലിവജി അബ്ദിഹി മാലം യൽതഫിത്ത് അവൻ്റെ അടിമയുടെ മുഖത്തേക്ക് മാലം യൽതഫിത്ത് അവൻ തിരിയാതിരിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നിസ്കരിക്കണം. ഫൈദാ സല്ലൈത്തും ഫലാ തൽതഫിത്ത് അപ്പോൾ നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾ തിരിയരുത്. അമുറുക്കും ബിസ്സി മൂന്നാമത്തെ നിങ്ങളോട് സിയാമ് കൊണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. കാരണം ഫൈന്ന മസല ദാലിക നോമ്പിൻ്റെ ഉപമ നോമ്പ് കൊണ്ട് നിങ്ങളോട് കൽപ്പിക്കുന്നു. കാരണം ഫൈന്ന മസല ദാലിക നോമ്പിൻ്റെ ഉപമ കമസലി റജുലിൻ ഒരു മനുഷ്യൻ്റെ ഉപമ പോലെയാണ്. മാഹു സുറത്തുൻ മിൻ മിസ്കിൻ അവൻ്റെ കൂടെ കസ്തൂരിയുടെ ഒരു ഇതുണ്ട്, കസ്തൂരി ഉണ്ട് അവൻ്റെ കൂടെ. ഫി ഐസ ഒരു കെട്ടിലായിട്ട് ഒരു സുറത്ത് എന്ന് വെച്ചാൽ ഒരു ചെറിയ കുപ്പിയാകും. അപ്പോൾ കുല്ലുഹും യജിദു റീഹൽ മിസ്കി അവരെല്ലാവരും മിസ്കിൻ്റെ റീഹ് അതായത് ആ കസ്തൂരിയുടെ വാസന എത്തിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉപമ പോലെയാണ്. അപ്പോൾ കസ്തൂരി നിറച്ച കുപ്പി പോലെയാണ് നിങ്ങൾ നോമ്പുള്ള ഓരോരുത്തരും. കാരണം വൈന്ന ഖുലൂഫ ഫമിസ്വാഇമി ഇൻദല്ലാഹി അത്യബു മിൻ റീഹിൽ മിസ്കി നോമ്പുകാരൻ്റെ വായയുടെ ആ വാസന അള്ളാഹിൻ്റെ അടുത്ത് അത്യബിൻ ഏറ്റവും നല്ലതാണ്. മിൻ റീഹിൽ മിസ്കി കസ്തൂരിയുടെ വാസനയേക്കാൾ അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും വാസനയുള്ളതാണ് നോമ്പുകാരൻ്റെ ആ വായുടെ വാസന. ഇനി 4 വാമറക്കും നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു ബി സ്വതക്കത്തി സ്വതക്ക കൊണ്ട് കൽപ്പിക്കുന്നു. കാരണം ഫൈന്ന മസല ദാലിക അതിൻ്റെ ഉപമാക്ക മസലി റജുലിൻ അസറഹുൽ അദുവു ശത്രു ബന്ധിപ്പിച്ച ഒരു മനുഷ്യൻ്റെ ഉപമ പോലെയാണ്. ഫശദ്ദു യദൈഹി ലാ ഉനുഖിഹി ആ ശത്രുക്കൾ എന്ത് ചെയ്തു?
അവൻ്റെ കയ്യിനെ പിരടിയിലേക്ക് ബന്ധിപ്പിച്ചു. വഖദ്ദമൂഹു ലിയദ്രിബൂനുഖഹു, അവർ അവന് മുന്നിട്ടു അവൻ്റെ പിരടി വെട്ടാൻ വേണ്ടി. ഫഖാല ലഹും, അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഹല്ലക്കും മൻ നഫ്തദി നഫ്സി, എൻ്റെ നഫ്സിനെ നിങ്ങൾ ഫിദിയ നൽകുമോ? ഫജാല യഖ്തദി നഫ്സഹു മിൻഹും ബിൽ ഖലീലി, അപ്പോൾ എന്ത് ചെയ്തു? അവൻ അവരിൽ നിന്ന് അവൻ്റെ നഫ്സിനെ ഫിദിയ വാങ്ങി. ബിൽ ഖലീൽ, കുറഞ്ഞത് കൊണ്ട്. വൽ കസീരി, കസീർ കൊണ്ടിട്ടും. ഹത്താ ഫക്ക നഫ്സഹു, അങ്ങനെ അവൻ എന്ത് ചെയ്തു? അവൻ്റെ ശരീരത്തെ അവൻ മോചിപ്പിച്ചു. അങ്ങനെ അവൻ മോചിപ്പിച്ചു. അങ്ങനത്തത് പോലെയാണ്, ഉപമ പോലെയാണ്. വ അമറക്കും ബി ദിക്രില്ലാഹി കസീറ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു അള്ളാഹുവിന് അധികം ദിക്ർ ചെല്ലാൻ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. അഞ്ചാമത്തേത്, കാരണം വൈന്ന മസല ദാലിക, ആ ദിക്റിൻ്റെ ഉപമ കമസലി റജുലിൻ, ഒരു മനുഷ്യൻ്റെ ഉപമ പോലെയാണ്. ത്വലബഹുൽ അദു സിറാം ഫി അസരിഹി, അവൻ്റെ പിന്നിൽ അവൻ്റെ ശത്രു അവനെ തേടി പെട്ടെന്ന് വരികയാണ്, ഓടി വരികയാണ്. വാത്ത ഹസ്നൻ ഹസൻ, അപ്പോൾ അവൻ ഒരു സംരക്ഷണത്തെ എത്തിച്ചു. അങ്ങനെ ഫത്ത ഹസന ഫിഹി, അവൻ അതിൽ എന്ത് ചെയ്തു? അവൻ ഒളിച്ചിരുന്നു. വൈനൽ അബ്ദ ഹസനുമാ യക്കൂനു മിന ശൈത്വാനി, കാരണം വൈനൽ അബ്ദ, ഒരടിമ, ഹസൻ, അവൻ ഏറ്റവും സംരക്ഷിക്കുന്നത് മാ യക്കൂനു മിന ശൈത്വാനി, ശൈത്താനിൽ ഒന്നിൽ ഏറ്റവും സംരക്ഷണം ഇതാക്കാന ഫി ദിക്രില്ല, അള്ളാഹിൻ്റെ ദിക്റിലായാലാണ്. അപ്പോൾ അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലുക, എന്നാൽ അവൻ ശൈത്താനിൽ നിന്നുള്ള സംരക്ഷണത്തിലായിരിക്കും എന്നാണ് പറയുക. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞെന്താണ്? ഒന്നാമത്തത് അള്ളാഹുവിനോട് പങ്കു ചേർക്കരുതെന്നല്ല, അതാണ് ഇതുമായി ബന്ധം. ഇനി കാല റസൂൽ ഇബ്നു അബ്ബാസ് പറയും, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു റസൂൽ പറഞ്ഞു, വന ആമുറുക്കും ബി ഹംസില്ലാഹി, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, ബി ഹംസിൽ, 5 കാര്യം. ബി ഹംസിൻ, 5 അള്ളാഹു അമറനി ബിഹിൻ, എന്നോട് അള്ളാഹ് കൽപ്പിച്ച 5 കാര്യം. അൽ ജമാഅത്ത്, ഒന്നെന്താണ്? ജമാഅത്താണ്. അതായത് നിങ്ങളെന്ത് ചെയ്യുക? സംഘത്തെ പിൻപറ്റുക. വസ്സംഉ, നിങ്ങളെന്ത് ചെയ്യുക? കേൾക്കണം. അതുതന്നെ വത്താഅത്തു, അനുസരിക്കുക. വൽ ഹിജ്റത്ത്, ഹിജ്റ പോവുക. വൽ ജിഹാദ് ഫീ സബീൽ, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുക. ഈ 5 കാര്യങ്ങൾ അള്ളാഹ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഫൈന്നഹു മൻ ഖറജ മിനൽ ജമാഅത്തി, അപ്പോൾ ആരെങ്കിലും കൂട്ടത്തിൽ നിന്ന് പുറപ്പെട്ടാൽ, ഒരു ചാൺ, എന്നാൽ ഫഖദ് ഖലാ റിബഖത്തൽ ഇസ്ലാമി മിൻ ഉനുഖ്, അവൻ്റെ പിരടിയിൽ നിന്ന് ഇസ്ലാമിൻ്റെ പിടി അവനിൽ നിന്ന് അഴിഞ്ഞു പോകും, അല്ലേ? ഇല്ലാ യുറാജി, അവൻ മടങ്ങിയാൽ ഒഴികെ. ഒമൻ ദആ ബി ദഅവാ ജാഹിലിയത്തിൻ, ആരെങ്കിലും അജ്ഞാതകാലത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ, ഫഹുവ മിൻ ജിസ്സിയിൻ ജഹന്നം, ജിസ്സി, അവൻ നരകത്തിലാണ്. ഖാലു, അർജു യാ റസൂലല്ലാഹ് വൈൻ സാമാ വസല്ല, അവൻ നിസ്കരിക്കുകയോ നോമനുഷ്ഠിക്കുകയോ ചെയ്താലോ? ഖാലഫ നബി പറഞ്ഞു, വൈൻ സല്ലാ വസാമ, നിസ്കരിച്ചാലും നോമനുഷ്ഠിച്ചാലും, വസാമാനോ മുസ്ലിമൻ, അവൻ മുസ്ലിമാണെന്ന് ബാധിച്ചാലും ശരി. അതുകൊണ്ട് ഫദുൽ മുസ്ലിമിന ബി അസ്മാഹിം അലാമ സമ്മാഹുമുല്ലാഹു അസ്സ വജല്ല, അതുകൊണ്ട് മുസ്ലിമീങ്ങളെ നിങ്ങൾ വിളിച്ചോ, ബി അസ്മാഹിം, അവരുടെ പേര് കൊണ്ടിട്ട്, അലാമാ സമ്മാഹും, അള്ളാഹ് അവർക്ക് പേര് വെച്ചത് കൊണ്ട്. അൽ മുസ്ലിമീന മുഅ്മിനീന ഇബാദല്ലാ, അല്ലേ? മുസ്ലിമീങ്ങൾക്ക് അള്ളാഹിൻ്റെ അടിമകളായ മുഅ്മിനീങ്ങൾ എന്നാണ്, അല്ലേ? അപ്പോൾ അവർക്ക് അള്ളാഹ് പേര് വെച്ച പേര് പറയുക, അള്ളാഹിൻ്റെ അടിമകൾ എന്നല്ലേ. അലാമാ സമ്മാഹുല്ലാഹു അസ്സ വജല്ല, അള്ളാഹ് അവർക്ക് പേര് വെച്ചു. അൽ മുസ്ലിമീൻ അൽ മുഅ്മിനീനക്ക് ഇബാദല്ലാ, അള്ളാഹിൻ്റെ അടിമകൾ. ഹദാ ഹദീസുൻ ഹസനൻ, ഇത് ഹസനായ ഹദീസാണ്. വശാഹിദ് മിൻ, ഇതിൽ നിന്ന് തെളിവെന്താ? ബിഹാദില്ലാഹിദ്, ഈ ആയത്തിലുള്ള തെളിവ് കൗലുഹു, അള്ളാഹിൻ്റെ കൗലാണ്. വൈനല്ലാഹ് ഖലഖക്കും, അള്ളാഹ് നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് ഭക്ഷണം തന്നു, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ ഫഅബുദു, അവനെ ആരാധിക്കണം. വലാ തുശ്രികു ബിഹി ഷൈഅൻ, നിങ്ങൾ അവനോട് പങ്കു ചേർക്കരുത്. വഹാദിൽ ആയത്തു, ഈ ആയത്ത് ദാലത്തുൻ, അത് അറിയിക്കുന്നുണ്ട്, അലാ തൗഹീദി, അള്ളാഹ് ഏകനാണെന്നതിൻ്റെ മേൽ. ബിൽ ഇബാദത്ത്, അള്ളാഹുവിനെ ആരാധന കൊണ്ട് തണിപ്പിക്കണം. വഹദവനെ മാത്രം, ലാ ശരീക്കല, അവന് പങ്കുകാരനില്ല എന്നതിൻ്റെ മേൽ അറിയിക്കും. വഖദിസ്തദല്ല ബിഹി കസീറ മിനൽ മുഫസ്സിരീന, മുഫസ്സിരീങ്ങളിൽ നിന്ന് അധിക ആളുകൾ ഇതുകൊണ്ട് തെളിവിടിച്ചു. റാസി പോലെ, വൈരിഹി, റാസി ഇമാം മറ്റുള്ളവരെയൊക്കെ പോലെ. എന്തിൻ്റെ മേൽ? അലാ വുജൂദി സ്വാനിഇ,
ഒരു സാന്നിയുണ്ട്, ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ടെന്നതിൻ്റെ മേൽ തെളിവ് പിടിച്ചു. ഫഖാലണ്ട് അദ്ദേഹം പറഞ്ഞു, വഹിയ ദാല്ലത്തുൻ അലാ ദാലിക ബി തരീഖിൽ ഔലാ. ഈ ആയത്ത് അറിയിക്കുന്നുണ്ട് അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ മേൽ ഔലയായ ഏറ്റവും വലിയ തെളിവ് കൊണ്ട് അറിയിക്കുന്നുണ്ട്. കാരണം ഫൈന്നമൻ തഅമ്മല ഹാദിൽ മൗജൂദാത്തി സുഫ്ലിയത്തി വൽ ഉൽവിയ, ഈ ലോകത്തെ ഒരാൾ ചിന്തിച്ചാൽ ഈ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും ഉള്ള കാര്യങ്ങളെ ഒരാൾ ചിന്തിച്ചു, അതിന് വഖ്തിലാഫി അഷ്കാലിഹ, അതിൻ്റെ ശക്ലുകളൊക്കെ മാറിവരലും വാൽവാൽ നിറം മാറലും വത്തിബ പ്രകൃതി മാറലും മനാഫിൻ്റെ ഉപകാരങ്ങളും വലിഹാഫി മവാദിൻ ഫിബിഹ, അതെല്ലാം മുഹക്കമത്തൻ, അത് മുഹക്കമത്താണ്. അങ്ങനെ ചിന്തിച്ചാൽ അലീം അവൻ അറിയും കുദ്റത്ത ഖാലിക്ക, ഇതിൻ്റെ സിട്ടാവിൻ്റെ കഴിവ്, റഹ്മത്ത് ഹിക്മത്ത് അവൻ്റെ ഹിക്മത്തും അറിയും, അവൻ്റെ അറിവും അറിയും, വൈത്തുഖാനവും അവൻ്റെ ഉറപ്പും, വാലീമ സുൽത്താൻ അവൻ്റെ അധികാരത്തിൻ്റെ മഹത്വവും അറിയും. കമാകാല വാദുൽ അറാബ്, ചില അറാബി ഒരു അറാബി പറഞ്ഞില്ലേ, വഖദ് സൂയില, അവനോട് ചോദിക്കപ്പെട്ടു, മദ്ദലീലു അലാ വുജൂദി റബ്ബിൽ തആല, അള്ളാഹ് ഉണ്ടെന്നതിന് തെളിവെന്താണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഖാലത് പറഞ്ഞു, യാ സുബ്ഹാനല്ലാ, യാ സുബ്ഹാനല്ലാ അല്ലാഹുയെ, ഇന്നൽ ബഅറത്ത തല തദുല്ലു അലൽ ബഈരി, ബഅറത്ത് തല തദുല്ലു അലൽ ബഈരി, ഒട്ടകത്തിൻ്റെ കാഷ്ടം ഒട്ടകത്തിൻ്റെ മേൽ അറിയിക്കും. വൈന്നാസറൽ അഖ്ദാമി, കാൽപാദത്തിൻ്റെ അടയാളങ്ങൾ, ല തദുല്ലു അലൽ മസിരി, നടത്തത്തിൻ്റെ മേൽ അറിയിക്കും. ഒരാൾ നടന്നു പോയിട്ടുണ്ടെന്ന് അറിയിക്കും കാൽപാദം കണ്ടാൽ, അല്ലേ, അതിൻ്റെ അടയാളം കണ്ടിട്ടുണ്ടെങ്കിൽ. ഫസമാഉദാത്ത് അബ്റാജിൻ വാർലുദാത്ത് ഫിജാജിൻ ബിഹാറുദാത്ത് അംവാജിൻ, അപ്പോൾ ഈ ബുർജുകളുള്ള ആകാശവും ഈ ഫിജാജുള്ള ഭൂമിയും, അതുപോലെ തന്നെ ബിഹാറുദാത്ത് അംവാജിൻ, മോജകൾ, ഈ അംബാജുകളുടെ ഈ ബഹറുകൾ, തിരമാലകളുള്ള കടലുകളും, അലാ യദുല്ലു ദാലിക അലാ വുജൂദിൽ ലത്തീഫിൽ ഖബീർ, ഒരു അള്ളാഹ് ഉണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കുന്നില്ല. അലാ യദുല്ലു അല അറിയിക്കുന്നില്ല, അലാ വുജൂദിൽ ലത്തീഫിൽ ഖബീർ, ലത്തീഫും ഖബീറുമായ അള്ളാഹ് ഉണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കുന്നില്ലയോ. വഹക്ക ഫഖ്റുദ്ദീൻ അനിൽ ഇമാം മാലിക്, ഫഖ്റുദ്ദീൻ എന്ന റാസി എന്നവർ ഇമാം മാലിക്കിനെ തൊട്ട് ഇക്കാര്യം ചെയ്തു. അന്ന റഷീദ് ഹാറൂൺ റഷീദ് സാലഹു, അദ്ദേഹത്തോട് ചോദിച്ചത് ദാലിക, ഇതിനെപ്പറ്റി. അപ്പോൾ ഫസ്തതല്ല, അപ്പം മാലിക് ഇമാം തെളിവ് പിടിച്ചു, ബി ഇഖ്തിലാഫിൽ ലുഗാത്തി വൽ അസ്വാത്തി, ശബ്ദങ്ങളും ലുഗത്തുകളും, ഇഖ്തിലാഫ് വൻ നഗമാത്തി, അല്ലേ, ശബ്ദങ്ങൾക്ക് എതിരുകൊണ്ട് തെളിവ് പിടിച്ചു. വ്യത്യസ്തമായ ശബ്ദങ്ങൾ, ഭാഷ, വ്യത്യസ്തമായ ശബ്ദങ്ങൾ, ഇതൊക്കെ കൊണ്ട് തെളിവ് അള്ളാഹുവിന് തെളിവ് പിടിച്ചു. വൻ അബി ഹനീഫയെ തൊട്ട് ഈ കാര്യം ചെയ്തു. അന്ന ബാലനാദിഖത്തി, ചില സിന്ദീഖുകൾ ചിലർ സാലു, അദ്ദേഹത്തോട് ചോദിച്ചാൽ ബുജൂദിൽ ബാരി തല, അള്ളാഹ് ഉണ്ടോ എന്ന്. നിരീശ്വരവാദികൾ ചിലർ അള്ളാഹു ഉണ്ടോ എന്നതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഹനീഫ ഇമാം പറഞ്ഞു, ഫഖാൽ അബു ഹനീഫ ഇമാം പറഞ്ഞു, അവരോട് പറഞ്ഞു, ദഊനി, നിങ്ങൾ എന്നെ ഒഴിവാക്കുക, ഫൈനി മുഫക്കിറൻ ഫി അംരിൻ, ഞാനൊരു കാര്യത്തിൽ ചിന്തിക്കുകയാണ്, നിങ്ങൾ എന്നെ ഒഴിവാക്കുക. ഖദ് ഖുബിർ തൻഹു, എന്നോട് അതിനെപ്പറ്റി ഖബർ അറിയിക്കപ്പെട്ടു. ദക്കറു ലി അന്ന സഫീൻ, ദക്കറു അവർ എന്നോട് പറഞ്ഞു, ലി എന്നോട് പറഞ്ഞു, അന്ന സഫീനത്തൻ ഫിൽ ബഹരി മുഖറത്തൻ ഫിഹ അൻവാഉ മിനൽ മുത്താജിരി വലൈസ ബിഹദൻ യഹ്റുസുഹാ വലാ യസൂഖുഹാ. അവരെന്നോട് പറഞ്ഞെന്താ, ഒരു കപ്പൽ ഫിൽ കടലിൽ മൂക്കറത്തൻ ബിഹ അൻവാഉ മിനൽ മുത്താജിരി, അതിൽ പല ചരക്കുകൾ അത് നിറക്കപ്പെട്ടു. വലൈസ ബിഹദൻ യഹ്റുസുഹാ വലാ യസൂഖുഹാ, അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ കാക്കണ ഒരാളുമില്ല. അങ്ങനെ ഒരു കപ്പലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കടലിലൂടെ. വഹിയ മാ ദാലിക തദ്ഹബു വ തജീഉ വ തസിറു നഫ്സിഹ, അത് സ്വന്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വ തഖ്തരിഖുൽ അംവാജൽ ഇളാമ ഹത്താ തതഖല്ലസ മിൻഹാ, അത് വലിയ തിരമാലകളെ അതെന്ത് ചെയ്യുന്നു, ഹർക്ക് ചെയ്തിട്ട് കീറി വരികയാണ്. ഹത്താ തതഖല്ലസ മിൻഹാ, അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു, അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കീറി വരുന്നു. വതസീർ ഹൈസു ഷാത്ത് ബിനഫ്സിഹാ മിൻ ഗൈരി അൻ യസൂഖഹാ,
ഒരാളും അതിനെ നിയന്ത്രിക്കാതെ അത് സ്വയമായിട്ട് ഉദ്ദേശ സ്ഥലത്തേക്ക് അതിങ്ങനെ സഞ്ചരിക്കണം. ഫഖാലു, അപ്പോൾ അവർ ചോദിച്ചു, ഹാദാ ഷൈഉൻ ലാ യഖൂലു ആഖിലുൻ, ഇതൊരു ബുദ്ധിമാനും പറയാത്ത കാര്യമാണല്ലോ. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വൈഹി ഹക്കും, നിങ്ങൾക്ക് നാശം, ആദിഹിൽ മൗജൂദാത്തു, ഈ ഉള്ള കാര്യങ്ങളൊക്കെ, ഫീഹാ ഫീഹാ മിനൽ ആലമിൽ ഉൽവി വസുഫ്ലി വമസ്തമത് അലൈഹി മിനൽ അഷിയാഇൽ മുഹ്കമത്തി ലൈസ ലഹാ സാനിഉൻ. അപ്പോൾ നിങ്ങൾക്ക് നാശം, ഈ മൗജൂദാത്തുകൾ ബിമാഫി, അതിലുള്ള ഒന്നോടുകൂടി, സുഫ്ലിയായ താഴ്ലോകത്തും അതുപോലെ തന്നെ ഉന്നത ലോകത്തുമുള്ള അതിൽ ഉള്ളതോടുകൂടി ഈ ഉള്ള കാര്യങ്ങളെല്ലാം, ഒമസ്തമത്ത് അലീമിൻ അഷിയായിൽ മുഹ്കമത്തി, ഈ മുഹ്കമായ വസ്തുക്കൾ, അതിൻ്റെ മേലുള്ള വസ്തുക്കളൊക്കെ, ലൈസലഹ സാനിൻ, അതിനൊരു സാനിയില്ലേ, അതിന് ഒരു സാനിയില്ലയോ, അതിനുണ്ടാക്കിയ ഒരു ഇലാഹില്ലയോ എന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ ഫബുഹിത്തൽ ഖൗമു, ആ ജനത പരാജയപ്പെട്ടു. ഫറജഉ ഇലൽ ഹഖി, അങ്ങനെ അവർ മടങ്ങി, സത്യത്തിലേക്ക് മടങ്ങി വന്നു. വസ്ലമു അലാ യദി, അദ്ദേഹം മുഖേന മുസ്ലിമായി എന്നാണ്. അപ്പോൾ അള്ളാഹ് ഉണ്ട് എന്ന് തെളിവ് അബൂ ഹനീഫ ഇമാം ഇങ്ങനെയാണ് പിടിച്ചത്. വാനിഷാഫി, അവരെ മുട്ടുകുത്തിച്ചത് ഇങ്ങനെയാണ്, നീ തെളിവ് കൊണ്ട്. വാനിഷാഫി ഇമാമിനെ തൊട്ട് ഹിക്കായത്തിട്ടുണ്ട്, അന്നഹു സുയിലാൻ വുജൂദി സാനി, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു സാനി ഉണ്ടോ എന്ന്, ഈ ലോകത്ത് ഉണ്ടാക്കിയ ഒരാളുണ്ടോയെന്ന്. അപ്പോൾ ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഹാദാ വറഖുത്തൂത്തി തഅമുഹു വാഹിദൻ, ഇത് തൂത്തിൻ്റെ ഇലയാണ്. തൂത്ത് എന്ന് വെച്ചാൽ എന്താ? തഅമുഹു വാഹിദൻ, അതിൻ്റെ രുചിയാണെങ്കിൽ ഒറ്റ രുചിയേ ഉള്ളൂ. താക്കുലുഹു ദൂതു, അതിനെ ദൂത്, പട്ടുനൂൽപൂ തിന്നും. ഫയഖ്റുജു മിൻ ഇബ്രൈസിം, അപ്പോൾ അതിൽ നിന്ന് എന്താണ് പുറപ്പെടുന്നത്? പട്ടുനൂലാണ്. ഫതാക്കുലുഹു നഹലു, അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ ഈ തേനീച്ച അതിനെ ഭക്ഷിക്കും. ഫയഖ്റുജു മിൻഹുൽ അസലു, അപ്പോൾ അതിൽ നിന്ന് തേനാണ് പുറപ്പെടുന്നത്. ഫതാക്കുലുഹു ഷാത്തു വൽ ബഈറു വൽ അൻആമു, അതിൽ നിന്ന് ആടും അതുപോലെ തന്നെ മറ്റു ഇനങ്ങളും, ഒട്ടകവും മറ്റു പശുക്കളൊക്കെ ഭക്ഷിക്കുന്നു. ഫതുൽഖിഹി ബാറൻ വറസ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നു? കാഷ്ടമാണ് ഇടുന്നത്. വതാക്കുലു ലബ്ബാ, മാൻ അതിനെ ഭക്ഷിക്കും. ഫയഖ്റുജു മിൻഹൽ മിസ്കു, അപ്പോൾ അതിൽ നിന്ന് പുറപ്പെടുന്നത് മിസ്കാണ്, കസ്തൂരിയാണ്. വഹുവ ഷൈഉൻ, ഒറ്റ വസ്തുവാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് എന്ന്, അല്ലേ? അള്ളാഹ് ഉണ്ട് എന്നതിന് തെളിവ് പറഞ്ഞു. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ തൊട്ട് ഹിക്കായത്ത് ചെയ്തു, അന്നഹു സുയിലാൻ ദാലിക, അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി റിവായത്ത് ചോദിക്കപ്പെട്ടു, സാനി ഉണ്ടോ, ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ടോ എന്ന് ചോദിക്കപ്പെട്ടു. ഫഖാൽ, അദ്ദേഹം ഹാഉന ഹിസ്നുൻ ഹസീനുൻ അംലസു, ഹാഉന ഇവിടെയുണ്ട് ഒരു ഹിസ്നുൻ, ഒരു ഹിസ്നുണ്ട്, ഹസീനുൻ അംലസ് നേർമയായ ഒരു കോട്ടയുണ്ട്. ലൈസലഹു ബാബം വല മംഫദൻ, അതിനൊരു വാതിലില്ല, അതിനൊരു ദ്വാരോ ഒരു വാതിലൊന്നുമില്ല. ലാഹിറുഹു കൽഫില്ലത്തിൽ ബൈലാ, അതിൻ്റെ പുറമിരിക്കുന്നത് ഏതുപോലെയാണ്? വെളുത്ത ഒരു മുട്ട പോലെയാണ്. വ ബാത്തിനു കദ്ഹബിൽ ഇബ്രീസ്, അതിൻ്റെ ഉള്ളാണെങ്കിലോ സ്വർണം പോലെയാണ്, ഇബ്രീസിൻ്റെ സ്വർണം പോലെയാണ്. ഫവൈനമാഹു കദാലിക, അങ്ങനെ അത് ആയിരിക്കെ, ഇതിൻ സദാ ജിദാറുഹു, അതിൻ്റെ മതിൽ പൊട്ടി, അതിൻ്റെ ചുമര് പൊട്ടി. ഫഖറജ മിൻഹു ഹയവാനുൻ സെമിഉൻ ബസീറുൻ, അതിൽ നിന്ന് പുറപ്പെട്ടു ഒരു ജീവി, കേൾക്കുന്ന, കാണുന്ന, ശക്തിയുള്ള, നല്ല രൂപമുള്ള, നല്ല ശബ്ദമുള്ള ഒരു ജീവി പുറപ്പെട്ടു. യാനി ബിദാലിക്കൽ ബൈലത്ത, അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് മുട്ടയാണ്. ഇതാ ഖറജമിന് ദജാജ, അതിൽ നിന്ന് എന്താണ്? കോഴി പുറപ്പെട്ടാൽ, അപ്പോൾ മുട്ട ഉദ്ദേശിച്ചിട്ട് പറഞ്ഞു, ഈ മുട്ടയാണ് അദ്ദേഹം അതിന് ഉപമ പറഞ്ഞത്. വസൂല അബൂ നുവാസിനോട് ചോദിക്കപ്പെട്ടു ദാലിക്ക, അതിനെപ്പറ്റി, സിട്ടാവിനെ പറ്റി. ഫാൻഷാപ്പ്, അദ്ദേഹം ബൈത്തിയല്ലി, തഅമൽ ഫീ നബാത്തിൽ അർളി വൻദുർ ഇലാ ആസാരി മാ സനഅൽ മലീകു, തഅമൽ ഫീ നബാത്തിൽ അർളി വൻദുർ ഇലാ ആസാരി മാ സനഅൽ മലീകു, നീ ചിന്തിക്കുക ഭൂമിയിലെ സസ്യങ്ങളിൽ, വൻദുർ നോക്കുക, ഇലാ ആസാരി മാ സനഅൽ മലീകു, രാജാക്കന്മാർ ഉണ്ടാക്കിയ അവശിഷ്ടങ്ങളിലേക്ക് നോക്കുക.
عيونا من لجين شاخصات بأحداق هي الذهب السبيك على قلب الزبرجد شاهدات بأن الله ليس له شريك. സബർജദ് ഷാഹിദാത്ത്. അപ്പോൾ എന്ത് ചെയ്യുക? ഉയൂനൻ മിൻ ലുജൈബിൻ ഷാഹിസാത്തൻ ബിഹദാഖിൻ ഹിയ ദഹബു സബീഖ് അലാ ഖുൽബി സബർജദി ഷാഹിദാത്തൻ ബിഅന്നല്ലാഹു ലൈസ ലഹു ശരീകുൻ. അപ്പോൾ ഇതൊക്കെ അറിയിക്കുക അള്ളാഹുവിന് ശരീക്കില്ല എന്ന്. വഖാല ഇബ്നു മൂത്തർ പറഞ്ഞു, ഫയാ അജബൻ കൈഫ യുസിൽ ഇലാ യുസൽ ഇലാഹു അം കൈഫ യഹ്ജുദുൽ ജാഹിദു വഫീ കുല്ലി ഷൈഇൻ ലഹു ആയതൻ വതദുല്ലു അലാ അന്നഹു വാഹിദു. എല്ലാ വസ്തുവിനും ദൃഷ്ടാന്തമുണ്ട്, അതറിയിക്കും അള്ളാഹ് ഒരുവനാണെന്ന് അറിയിക്കുന്ന ദൃഷ്ടാന്തമുണ്ട്. വഖാല ആഖറുന, മറ്റു ചിലർ പറഞ്ഞു, മൻ തഅമ്മല ഹാദി സമാവാതി ബിർതിഫായിഹാ വത്തിസായിഹാ വമാ ഫിഹാ മിനൽ കവാകിബിൽ കിബാരി വസിഗാരിൽ മുനിറത്തി മിനസ് സയ്യാറാത്തി വമിനസ് സവാബിത്തി. ആരെങ്കിലും ചിന്തിച്ചാൽ ഈ ലോകത്തിലും അതിൻ്റെ ഉയർച്ചയിലും അതിൻ്റെ ഇർത്തിഫായിലും അതിൻ്റെ വിശാലതയിലും അതിലുള്ള നക്ഷത്രങ്ങളെപ്പറ്റിയും അതിലെ ചെറിയതും വലുതുമായ നക്ഷത്രങ്ങൾ, പ്രകാശിക്കുന്നത് സയ്യാറാത്തുകളായ നക്ഷത്രങ്ങൾ, സവാബിത്തുകളുമായ നക്ഷത്രങ്ങളാൽ അവൻ അതിൽ ചിന്തിച്ചാൽ വശാഹദഹ കൈഫ തദൂറു, അവൻ അതിനെ കണ്ടാൽ എങ്ങനെയാണ് ചുറ്റുന്നത്. മൽ ഫൽക്കില്ലീമോടുകൂടി ഫീകുല്ലി യൗമിൻ വലയില, ഓരോ ദിവസവും ദുവൈറത്തൻ ഒരു ചുറ്റൽ ചുറ്റുന്നത്, വലഹാഫി അംഫുസിയ സൈറുൻ യഹുസുവ, അതിന് സ്വയമായി ചുറ്റലുണ്ട്, ഇങ്ങനെ ചുറ്റുന്നു. വനദറയിൽ ബിഹാരി, അങ്ങനെ അവൻ കടലിലേക്ക് നോക്കിയാൽ മുൽത്തഫത്തായ ലിൽ അർളി, കടൽ ഭൂമിയെ മൂടുന്നതായ കടൽ നോക്കിയാൽ മിൻകുല്ലി ജാനും എല്ലാ ഭാഗത്തു നിന്നും ഭൂമിയെ മുൽത്തഫത്ത് ചുറ്റിയിരിക്കുന്ന കടലിലേക്ക് നോക്കിയാൽ വൽ ജിബാൽ മൗദൂഅത്തി ഫിൽ അർളിയിൽ തഖറ, ഭൂമി എന്താണ് ഉറക്കാൻ വേണ്ടി ഭൂമി വെക്കപ്പെട്ട പർവ്വതങ്ങളിലേക്ക് നോക്കിയാൽ വയസ്കുന സാക്കിനുഹ മഖ്തിലാഫ് അഷ്കാലിഹ വൽവാനിഹ, അതിൻ്റെ ഭൂമി താമസിക്കുന്നവരെ അടക്കി നിർത്തുന്ന ആ പർവ്വതങ്ങളിലേക്കൊക്കെ നോക്കിയാൽ കമാക്കാൽ അള്ള പറഞ്ഞല്ലോ, ഒമിനൽ ജിബാൽ ജുദതം ബിയളും വഹുംറൻ മുഖ്തലിഫൻ അൽവാനുഹ വഖറാബി ബുസൂദ് ഒമിനൻ നാസി വദ്ദവാബി വല്ലന്നാമി മുഖ്തലിഫൻ അൽവാനു കദാലിക ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിൽ ഉലമാ. അപ്പോൾ അള്ള പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ആകലോടുകൂടി അവൻ ചിന്തിച്ചാൽ വകദാലിക ഹാദിൽ അൻഹാറു സാരിഹത്തു മിൻ ഖുതുരിൻ ഇലാ ഖുതുരിൻ, അപ്രകാരം തന്നെ ഈ നദികൾ, സഞ്ചരിക്കുന്ന നദികൾ മിൻ ഖുതുരിൻ, ഒരു ഉറവിടത്തിൽ നിന്ന് ഇലാ ഖുതുറിലേക്ക് മറ്റൊരു ഖുതുറിലേക്ക് സഞ്ചരിക്കും. ലി മനാഫിൽ ഇബാദി, അടിമകളുടെ ഉപകാരത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന നദികളും വമാ സറഅ ഫിൽ അർളി, ഭൂമിയിലുള്ള കൃഷികളും മിനൽ ഹയവാനാത്തുകളാലും വൽ വിവിധങ്ങളായ ജീവികൾ വന്നബാത്തിൽ മുഖ്തലിഫ്, വ്യത്യസ്തങ്ങളായ ചെടികൾ അത്തുഊമി വൽ അറായിഹി, ഭക്ഷണങ്ങളും അതുപോലെ തന്നെ വാസനകളുമുള്ള വൽ അഷ്കാല്, വിവിധ ശക്കൽ രൂപങ്ങളുള്ള വൽ അൽവാനി, വിവിധ നിറങ്ങളുള്ള മാത്തിഹാദി തബിഅത്തി തുർബത്തി വൽമായി, മണ്ണും അതുപോലെ തന്നെ വെള്ളവും മണ്ണിൻ്റെ പ്രകൃതി ഒക്കലോടുകൂടി വിവിധ രൂപത്തിലുള്ള ജീവികളും സസ്യങ്ങളും എല്ലാം. അങ്ങനെയൊക്കെ അവൻ ചിന്തിച്ച അലീമാവൻ അറിയും വുജൂദ സാനി ഉണ്ടെന്നറിയും. വഖുദ്റത്തുൽ അലീമ, അവൻ്റെ വലിയ കഴിവും ഹിക്മത്തഹു, അവൻ്റെ തന്ത്രവും റഹ്മത്തഹു ബി ഹൽക്കിഹി, സൃഷ്ടികളോടുള്ള അവൻ്റെ കാരുണ്യവും അവൻ അറിയും, അല്ലേ. വലുത്തുഫഹു ബിഹിം, അവരോടുള്ള കാരുണ്യം അവൻ്റെ മധുരത്വവും ലുത്തുഫും അറിയും. വൈസാനഹു ഇലെ, അവരിലേക്കുള്ള നന്മ ചെയ്യലും. വബിർറഹു ബി, അവരെ കൊണ്ടുള്ള ഗുണം ചെയ്യലും അവരറിയും. ലാ ഇലാഹ ഗൈറു, അവനല്ലാതെ ഇലാഹില്ല. വലാ റബ്ബ സി, അവനല്ലാതെ റബ്ബില്ല. അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്, അവൻ്റെ മേൽ ഞാൻ വരമേൽപ്പിക്കുന്നു, അവനിലേക്ക് ഞാൻ ഗതിച്ചു മടങ്ങുന്നു. വൽ ആയാത്ത് ഫിൽ ഖുർആനി ദാലത്തു അലാ ഹാദൽ മഖാമി കസീറത്തുൻ ജിദ്ദ. അപ്പോൾ ഖുർആനിൽ ഈ സ്ഥാനത്തിൻ്റെ മേൽ അറിയിക്കുന്ന ആയത്തുകൾ ഒരുപാടാണ്, അങ്ങേയറ്റം ഒരുപാടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്തുൽ ബഖറയിലെ 21, 22 ആയത്തുകളാണ് പറഞ്ഞത്. തഫ്സീർ ഇബ്നു കസീറാണ്. ഇനി നമുക്ക് അടുത്ത ആയത്ത് തഫ്സീറുകളിലൊക്കെ കൂടുതൽ പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.